إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب هب لي من الصالحين فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി നോക്കിക്കാണണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ശരിയാം വിധം അനുസരിക്കുന്ന, വിശുദ്ധ ഖുർആനെ മാർഗദർശനമാക്കിക്കൊണ്ട് സ്വന്തം ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന അവസാന നിമിഷത്തിൽ പരിശുദ്ധ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മുഹ്സിനായി മുത്തഖിയായി മുസ്ലിമായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 37-ാമത്തെ സൂറത്തായ സൂറത്തു സ്വാഫാത്തിന്റെ 100 മുതൽ ഉള്ള ആയത്തുകൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, ഒരു സന്താനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിതാവിൻ്റെ മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥനയും അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നിഅമത്തായി ഒരു സന്താനത്തെ നൽകുന്ന ആ ഒരു സന്ദർഭവും, തുടർന്ന് അവർക്കിടയിൽ നടന്ന വലിയൊരു പരീക്ഷണത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ബലിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് ധാരാളം നാം ചർച്ച ചെയ്തിട്ടുള്ള വിഷയവുമാണ്. എന്നാലും ഓരോരോ ബലിപ്പെരുന്നാളുകളും വിഷയവുമായി ബന്ധപ്പെട്ട ഉണർത്തലുകൾ കൂടുതലായി നമ്മളിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു ആഘോഷം എന്നുള്ളതിനപ്പുറം, ഒരാഘോഷത്തിലാണെങ്കിൽ പോലും വലിയ തിരിച്ചറിവുകളുടെ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം അതിൻ്റെ ഓരോ അനുയായികളെയും ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വഴികളിലൂടെ സഞ്ചരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഓരോരോ ആയാത്തുകളെയും മുൻനിർത്തി അതിൻ്റെതായ ഹിദായത്തുകളെ ജീവിതത്തിൽ ഉൾക്കൊള്ളൽ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. അങ്ങനെ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മനസ്സിൽ തട്ടിയുള്ള ഒരു ദുആയാണ്
അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു സ്വാഫാത്തിന്റെ 100-ാമത്തെ ആയത്തിലൂടെ പരിചയപ്പെടുത്തുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. റബ്ബി, എൻ്റെ റബ്ബേ, ഹബ്ലി, എനിക്ക് നീ നൽകണമേ, മിനസ് സ്വാലിഹീൻ, ഒരു സ്വാലിഹായ ഒരു സന്താനത്തെ നീ നൽകണമേ. കഴിഞ്ഞ ആഴ്ച നാം ചർച്ച ചെയ്ത ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മാർഗത്തോട് വിമുഖത കാണിക്കുന്നവൻ ആരാണ് എന്നുള്ള ഖുർആനിന്റെ ചോദ്യവും, വിമുഖത കാണിക്കുന്ന ആളുകൾ ആരാണ് എന്നുള്ള ഖുർആന്റെ വിശദീകരണവും, അതിരവായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാണ് എന്നുള്ള പരിചയപ്പെടുത്തലുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയുണ്ടായി. അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സ്വാലിഹായി ഈ ലോകത്തും പരലോകത്തും ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഉണർത്തലുകളാണ് ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടിയിരുന്നത്. പ്രിയമുള്ളവരെ, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അറബിയിൽ സുൽഹാക്കൽ എന്നുള്ള ഒരു പദത്തിൽ നിന്നുമാണ് സ്വാലിഹ് എന്നുള്ള ആ ഒരു പ്രായോഗികമായ വാക്ക് കടന്നു വരുന്നത്. സ്വാലിഹ് എന്നുള്ള ഒരു വ്യക്തിയെ ഉപമിക്കാനുള്ള ഒരു വിശേഷണമായി നമുക്ക് ഉപയോഗിക്കാമെങ്കിലും അതിന് പ്രായോഗികമായ അർത്ഥമുണ്ട്. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നല്ല വ്യക്തി എന്നാണ് അർത്ഥം പറയാറുള്ളത്. സുൽഹാക്കുന്നവൻ എന്നാണ്. അതായത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം വരെയുള്ള ജീവിത കാലയളവിൽ അവൻ ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവൃത്തികളെയും അള്ളാഹുവിലേക്ക് സുൽഹാക്കാൻ കഴിയുന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കണം, ആ നിലയ്ക്കുള്ള സൽക്കർമ്മങ്ങളായിരിക്കണം. അങ്ങനെ സുൽഹാക്കുന്ന കാര്യങ്ങളെയാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നല്ല അമലുകൾ ചെയ്യുന്ന, സുൽഹാക്കാൻ കഴിയുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന നല്ല ആളുകളെയാണ് സ്വാലിഹ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രവൃത്തികൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ജുമാ അടക്കം, ഇതൊക്കെ ഇബാദത്തുകളാണ്. അല്ലെങ്കിൽ പകലന്തിയോളം സ്വന്തം കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ കുടുംബത്തിന് വേണ്ടി, അവന്റെ മക്കൾക്ക് വേണ്ടി എന്നിത്യാദി അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി ധാരാളം അമലുകൾ ചെയ്യും. എന്നാൽ അതൊന്നും ഭൗതികമായ തലത്തിലേക്ക് മാത്രം മാറ്റപ്പെടാതെ അത് അള്ളാഹുവിലേക്ക് അമലുകളെയൊക്കെ സുൽഹാക്കണം എന്നാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നതും നമ്മളോട് ആവശ്യപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രവൃത്തികളിലൊന്നും കലർപ്പുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. 100% അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ജനിക്കുമ്പോഴാണ് അവനെ മുസ്ലിം എന്ന് പേരിട്ട് പറയാൻ കഴിയുന്നത്. കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന പദത്തിൽ നിന്നും, അതുപോലെ തന്നെ അത് സിൽമ് എന്ന പദത്തിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ളതാണ്. അത് സമർപ്പണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുസ്ലിം എന്നുള്ള ആ ഒരു സാങ്കേതിക പദത്തെ അതിന്റെ പ്രായോഗിക തലത്തിൽ നാം പരിചയപ്പെടുമ്പോൾ സമ്പൂർണമായും, നല്ല ഭാഷയിൽ പറഞ്ഞാൽ സർവസ്വവും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, അതേത് അമലായിരുന്നാലും, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലും അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്നുള്ളതാണ്. അള്ളാഹുലേക്ക് ഞാൻ സുൽഹാക്കുക എന്നുള്ളതാണ്. അള്ളാഹുലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏതേത് പ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്താലും എല്ലാ പ്രവൃത്തികളെയും അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് വയ്ക്കുന്ന ഒരു സന്താനത്തെ നീ എനിക്ക് തരണമെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ ബോധപൂർവം ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് സന്താനങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഈ ഒരു സുന്നത്തിനെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുന്നത് വളരെ നല്ലതാണ് എന്നുകൂടി അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ചോദിക്കുമ്പോൾ സ്വാലിഹായ സന്താനത്തെ ചോദിക്കണം. എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്നുള്ള കേവല ദുആയ്ക്കും അപ്പുറം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിനെയും ആ വിഷയത്തിൽ നാം പിൻപറ്റേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യം കൂടി ഖുർആൻ നമുക്ക് ഇവിടെ നൽകുകയാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു ദുആയെ സ്വീകരിക്കുകയാണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം.
അങ്ങനെ നല്ല ഹലീമായ ഒരു കുട്ടിയെ, ഹലീം എന്ന് പറഞ്ഞാൽ സഹനശീലതയുള്ളവെന്നാണ്, നല്ല സഹനശീലമുള്ള, നല്ല ഇണക്കമുള്ള, എല്ലാ നന്മകളോടും ചേർന്ന് നിൽക്കാൻ കഴിയുന്ന നല്ലൊരു കുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പൊ ലോകത്തേക്കൊക്കെ രംഗപ്രവേശനം ചെയ്യുന്ന ജനിക്കുന്ന കുഞ്ഞുങ്ങളിലൊക്കെ ഈ ഒരു ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉണ്ട് എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്തയായി നൽകിയ ആ ഒരു പുത്രന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പേര് നൽകിയത് ഇസ്മായിൽ എന്നാണ്. ആ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ശൈശവ ദശയിൽ തന്നെ ആ കുഞ്ഞുമായി മക്കയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ അവിടെ കൊണ്ടുചെന്ന് പാർപ്പിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് അള്ളാഹു കൽപ്പന കൊടുക്കുമ്പോൾ ആ ഒരു ബലായിൽ, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണത്തിൽ മടിച്ചു നിൽക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം ജീവിതം പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണല്ലോ, ഒരു മുസ്ലിം ആണല്ലോ. ആ നിലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ കൽപ്പനയെ സ്വീകരിക്കുകയാണ്. എനിക്കായിട്ടൊന്നുമില്ല, സ്വന്തം ചിന്തകൾക്കോ താല്പര്യങ്ങൾക്കോ പ്രാധാന്യമില്ല, എല്ലാം അള്ളാഹുവിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശൈലിയും സന്ദേശവുമാണ്. എന്തായാലും അതിനുശേഷം ഈ കുഞ്ഞ് ആ സംസമിന്റെ ആ ഒരു സാന്നിധ്യത്തിലും, അതുപോലെ തന്നെ അതിലേക്ക് കടന്നു വന്നിട്ടുള്ള ഗോത്രത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ, കാരണം അതിലേക്ക് യമനിൽ നിന്നും ഒരു ഗോത്രം കടന്നു വരികയും അവിടെ താമസമാക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളർന്നു. ഏതുവരെ? ഫലമ്മ ബലഗ മഅഹു സഅയ. അതാണ് ആ ഒരു വളർച്ചയുടെ ഘട്ടത്തെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നത്. സഅയ് എന്ന് വെച്ചാൽ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രാരാബ്ധങ്ങളൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു തലമെന്നാണ്. ബുലൂഗാകുക എന്ന് പറഞ്ഞാൽ ഒരുവിധം പ്രായമാകുന്ന ഒരു സമയമാണ് അത് ഉദ്ദേശിക്കുന്നത്. ഫലമ്മ ബലഗ മഅഹു സഅയ. അങ്ങനെ ഒരു പിതാവിനോടൊപ്പം ഒരു പുത്രന് പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല ഒരു പ്രായം എത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്കുണ്ടായ ഒരു അനുഭവത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുത്രനോട് പറയുകയാണ് ചെയ്യുന്നത്. ഖാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മോനെ, ഇന്നി അറാ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ തീർച്ചയായും കണ്ടിരിക്കുന്നു, അന്നി അദ്ബഹുക, നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഒരു പ്രാവശ്യമല്ല, പല ആവർത്തിയാണ്. ഇത് കേവലം ഒരു ദിവാസ്വപ്നമോ അല്ലെങ്കിൽ പൈശാചികമായ പ്രേരണകളാലോ ഉണ്ടാകുന്നതല്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഒരു അഭിപ്രായം എന്നോണം നിന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിന്നെ ഞാൻ അറക്കാൻ പോവുകയാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. അവിടെ ഒരു പാരന്റിങ്ങിൽ നടക്കേണ്ട, അല്ലെങ്കിൽ ഒരു രക്ഷാകർതൃത്വത്തിൽ നടക്കേണ്ട ഏറ്റവും നല്ലൊരു സംസാര ശൈലി കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കേവലം ഒരു കൽപ്പന കൊടുത്ത്, നിർദ്ദേശം കൊടുത്ത്, അങ്ങനെ കേവലം ഒരു അനുസരിപ്പിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാകാൻ പാടില്ല. എന്ത് വിഷയം എന്ത് ചെയ്യണം? മക്കളുമായിട്ടൊന്ന് ചർച്ച ചെയ്യണം, ഒന്ന് മുഷാവറ ചെയ്യണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാർഗത്തോടാണോ നിങ്ങൾ വിമുഖത കാണിക്കുന്നത്? ഇങ്ങനെയൊന്നും ചർച്ചയ്ക്ക് വെക്കാതെ ഒരു പിതാവാണ്, ഗൗരവക്കാരനാണ്, കുഴപ്പക്കാരനാണ്, അതുകൊണ്ട് നിർദ്ദേശം മാത്രം, ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട, തിരുവായിക്ക് എതിർവ വേണ്ട. ഇതാണ് പലപ്പോഴും പല രക്ഷാകർത്തൃത്വത്തിലും സംഭവിക്കുന്ന വലിയ അപകടം. എന്ത് വിഷയവുമായിക്കോട്ടെ, മക്കളുമായിട്ട് ചർച്ച ചെയ്യണം. മോനെ, ഇന്ന ഒരു അഭിപ്രായം ഉണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം? ഇന്ന പോലെ എനിക്കൊരു തോന്നലുണ്ട്, നിന്റെ അഭിപ്രായം കേൾക്കണം. അവിടെ ഒരു കുട്ടിയുടെ വ്യക്തിത്വം വളരുകയാണ്. ഒരാദരവും അംഗീകാരം ലഭിക്കുമ്പോൾ ആ കുട്ടിയുടെ വ്യക്തിത്വം ഏറ്റവും ആരോഗ്യകരമായ രൂപത്തിൽ വളരുകയാണ്. ഇബ്രാഹിം നബി അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ, അതങ്ങോട്ട് നിർവഹിച്ചാൽ പോരെ, പിടിച്ചു കെട്ടിയിട്ട് നിർവഹിച്ചാൽ പോരെ. അതൊന്നും അല്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്റെ ജീവിതം പൂർണ്ണമായും ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ചവനാണ്. പക്ഷെ എങ്കിലും എന്റെ മക്കളോടുള്ള സമീപനം ഇതായിരിക്കണം. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പ്രധാനപ്പെട്ട മില്ലത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അന്നി അദ്ബഹക, നിന്നെ അറുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ദൈവികമായ ഒരു കൽപ്പന എന്നോണം ഒരു സ്വപ്ന ദർശനം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. മോനോട് പറയുന്നത് ഫൻളുർ മാദാ തറ. സുബ്ഹാനല്ലാഹ്, ഫൻളുർ മാദാ തറ. ഫൻളുർ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് മോനൊന്ന് പഠിക്കും. ആ
ആ വിഷയത്തെക്കുറിച്ച് മോൻ ഒന്ന് പഠിക്കും. മാതാ തറ, അതിൽ മോൻ എന്താണ് കാണുന്നത് എന്നോടൊന്ന് പറയാമോ? എത്രയോ മാന്യമായൊരു സമീപനമാണ്. മോൻ എന്താണ് ഇതിൽ കാണുന്നത്, ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. അതിനുശേഷം മോൻ ആ വിഷയത്തെക്കുറിച്ച് എന്നോടൊന്ന് പറയണം. ഓരോ വിഷയങ്ങളിലും മക്കളോടുള്ള സമീപനം ഇതായിരിക്കണമെന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് കാണിച്ചു തരുന്ന പാഠം. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ. സ്വന്തം നഫ്സിനെ മൂഢമാക്കിയവനല്ലാതെ ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഈ രക്ഷാകർതൃത്വ സംസ്കാരത്തിൽ നിന്നും വിമുഖത കാണിക്കുന്നത്? അങ്ങനെ നമുക്ക് ചേർത്ത് വായിക്കാമല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ രൂപത്തിൽ രൂപപ്പെടുത്തിയ പുത്രനാണ്. അപ്പൊ ആ പുത്രൻ കൊടുക്കുന്ന ഒരു മറുപടി, ഖാല, ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഒഴിയുന്നു, യാ അബത്ത്, യാ അബത്ത്. പ്രിയമുള്ളവരെ, മനഃശാസ്ത്രപരമായ ഇസ്ലാമിക് സൈക്കോളജിയുടെ കാഴ്ചപ്പാടിൽ അബത്ത് എന്നുള്ള പദപ്രയോഗത്തെ തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ദീനിനെ ഇത്തരം വിദ്യാഭ്യാസങ്ങളുമായി ചേർത്ത് വയ്ക്കാത്ത ഒരു ഗതികെട്ട സാഹചര്യം, ഒരു അന്ധത ബാധിച്ച ഒരു സമൂഹത്തിന് ഒരുപക്ഷെ ഇതൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദീനെന്ന് പറഞ്ഞാൽ കുറച്ച് നമസ്കാരവും കുറച്ച് നോമ്പ് പിടുത്തവും കുറച്ച് അതുപോലുള്ള കുറച്ച് പരിപാടിയിൽ മാത്രം പരിമിതപ്പെട്ടല്ലോ. അല്ല, സാധാരണ ജീവിതം അത് ദീനുമായി ബന്ധപ്പെടുന്നതല്ല എന്നുള്ള ഒരു അന്ധമായ കാഴ്ചപ്പാട് ഖുർആനെയും ഹദീസിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ദീനെ പഠിക്കാൻ ശ്രമിച്ചപ്പോ, വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചപ്പോ സംഭവിച്ചു പോയൊരു മഹാ അബദ്ധമാണ്. ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്, എന്താണ് അബിയും അബത്തും തമ്മിലുള്ള വ്യത്യാസം. യാ അബി എന്ന് വിളിച്ചുകൂടെ? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിക്ക് അറബി ഭാഷാ പ്രകാരം ഖാല യാ അബി എന്ന് ഖുർആൻ ഉപയോഗിച്ചുകൂടായിരുന്നോ എന്നുള്ളതാണ്. അതിനെ മനഃശാസ്ത്രത്തിന്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരം ആയത്തുകളെ തഫ്സീർ ചെയ്തുകൊണ്ട് ആധുനികരായ മുഫസ്സിറുകളായ ഉലമാക്കൾ വ്യക്തമാക്കുന്നത്, ഒരു പിതാവിനോട് അങ്ങേയറ്റം മാനസികമായ അടുപ്പം, അത് ഭൗതികമാണ്, ആത്മീയമാണ്, എല്ലാ തലത്തിലും ഒരു പിതാവിനോട് മാനസികമായി ചേർന്നു നിൽക്കാൻ കഴിയുന്ന പുത്രന് മാത്രമേ അബി എന്നുള്ളതിനപ്പുറം അബത്ത് എന്ന് പ്രയോഗിക്കാൻ കഴിയുള്ളൂ. ഇതിനാരാണ് കളമൊരുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മുഫസ്സിറുകളായ ഉലമാക്കൾ തന്നെ പറയുന്നു, പിതാക്കന്മാരാണ്. അത്രമാത്രം ഒരു ആത്മബന്ധം മക്കളുമായി സ്ഥാപിക്കുമ്പോൾ, അവരെ ആദരിക്കുമ്പോൾ, മക്കളെ ബഹുമാനിക്കുന്ന നല്ല രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ആ പിതാക്കളെ അങ്ങേയറ്റം സ്നേഹിക്കാനും അങ്ങേയറ്റം ആദരിക്കാനും അതിനൊക്കെ അപ്പുറമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാനും കഴിയുമ്പോൾ യാ അബി എന്നല്ല വിളിക്കുക, യാ അബത്ത് എന്ന് തന്നെയാണെന്ന്. അപ്പൊ യാ അബത്ത് എന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം വിളിക്കണമെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം, ഒരു കളം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരുക്കുകയാണ്. എന്താ പറഞ്ഞത്? യാ അബത്തെന്ന് വിളിച്ചുകൊണ്ട് ഏത് മോൻ സംസാരിച്ചാലും പിതാവിനോട് എതിര് നിൽക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ മനഃശാസ്ത്രം വ്യക്തമാക്കുന്നത്. ഇഫ്അൽ മാ തുഅ്മർ, ഇഫ്അൽ മാ തുഅ്മർ. എന്റെ പ്രിയപ്പെട്ട പിതാവേ, ആദരണീയനായി പിതാവേ, താങ്കൾക്ക് എന്താണോ കൽപ്പന കിട്ടിയിട്ടുള്ളത് അതുപോലെ അങ്ങോട്ട് പ്രവർത്തിച്ചുകൊള്ളുക. എന്നോട് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. താങ്കൾ താങ്കളുടെ വലിയ മര്യാദയും വലിയ സംസ്കാരവും അനുസരിച്ച് അള്ളാഹുവിന്റെ താല്പര്യപ്രകാരം എന്നോട് അഭിപ്രായം ചോദിച്ചു എന്നുള്ളത് താങ്കളുടെ ഒരു മാന്യതയാണ്. എന്നെ കുറിച്ച് എന്റെ നിലപാട് എനിക്ക് വ്യക്തമാക്കാനുള്ളത് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. സതജുദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. ഇൻഷാ അല്ലാഹ്. നമ്മുടെയൊക്കെ വിഷയം ഈ ഭൗതികമായ ലോകമല്ലല്ലോ, നമ്മളുടെ വിഷയം ആത്യന്തികമായി പരലോകമാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ പരലോകത്ത് ഒരു സ്വാബിരീങ്ങളുടെ കൂട്ടത്തിൽ താങ്കൾ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്താൻ സാധിക്കും ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ. അതുകൊണ്ട് താങ്കൾക്ക് എന്ത് കൽപ്പനയാണോ കിട്ടിയിട്ടുള്ളത് അതുപോലെ താങ്കൾ പ്രവർത്തിച്ചുകൊള്ളുക. പ്രിയമുള്ളവർ, ഇത് വലിയൊരു ആയത്താണ്. ഈ ആയത്തിലുള്ള ആശയം കാലഘട്ടം വളരെ പ്രാധാന്യത്തോട് ചർച്ച ചെയ്യേണ്ട ഒരു ആയത്താണ്. ഇന്നത്തെ ഓരോരോ കുടുംബ സാഹചര്യങ്ങളും മലീമസമായിക്കൊണ്ടിരിക്കുന്നതും തീരാത്ത പ്രശ്നങ്ങളായി അവരങ്ങനെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും ഈ ഖുർആനിലെ ഒരൊറ്റ ആയത്തിനെ മാത്രം എടുത്തു വെച്ച് പഠിക്കാത്തതാണോ എന്ന് പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഓരോ കുടുംബത്തിലും മക്കൾ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. മാതാവിനെ സംബന്ധിച്ചിടത്തോളം, പിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കൾ വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും പറയുന്നു ഒന്നും അനുസരിക്കുന്നില്ല, ഭയങ്കര അനുസരണക്കേടാണ്. മക്കളുടെ വിഷയത്തിൽ വല്ലാത്ത ആശങ്കകളിലാണ്. ഞങ്ങളെ ചതിക്കുന്നു, ഞങ്ങളെ പറ്റിക്കുന്നു, ഞങ്ങളെ ഒന്നുമല്ലാതാക്കി മാറ്റുന്നു. ഞങ്ങളുടെ വാക്കുകളെക്കാളും അവർക്ക് വിലയുള്ളത് അവരുടെ സുഹൃത്തുക്കളുടെ വാക്കുകളാണ്. എല്ലാ മഹാഭൂരിപക്ഷം മാതാപിതാക്കളും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പരാതിക്കാരാണ് ഈ വിഷയത്തിൽ.
എന്താണ് പരിഹാരമെന്ന് ചോദിച്ചാൽ, പരിഹാരങ്ങൾ പലതും അവർ അതിന് പരിഹാരമായി നടത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും കൂടുതൽ പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് അത് നയിക്കുന്നതല്ലാതെ യാതൊരു മാറ്റങ്ങളും പരിഹാരങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ഇത്തരം ആയത്തുകൾ നാം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതും അതിന്റെ ചില വിശദീകരണങ്ങൾ ഹദീസുമായി ബന്ധപ്പെട്ട് നാം പരിശോധിച്ച് നോക്കേണ്ടതും. ഇവിടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി ഒരു ഹദീസ് പറഞ്ഞതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിം ഒരേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹി എന്ന വിശേഷണത്തിന് അർഹമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം, എന്നാലും ആയത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ ജന്മങ്ങളും ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിത്റത്തിന്റെ അവസ്ഥയിലാണ്. ഫിത്റ എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതി എന്നാണ്. ശുദ്ധമായ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ഖുർആനും ഹദീസും ഒക്കെ പ്രകൃതിയെ മൊത്തത്തിൽ നോക്കിക്കാണുന്നത് അത് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടതായ ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ സൂര്യന്റെ സഞ്ചാരം, ഭൂമിയുടെ സഞ്ചാരം, അങ്ങനെ നമ്മളുടെ ഈ സൗരയൂഥത്തിലുള്ള സകലമാന ഗ്രഹങ്ങളുടെയും സഞ്ചാരം, ഉപഗ്രഹങ്ങളുടെ സഞ്ചാരം, അതുപോലെ തന്നെ ആകാശഗംഗ മിൽക്കി വേ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിലുള്ള നക്ഷത്രങ്ങളുടെ സഞ്ചാരം, എല്ലാ തരം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെയും സഞ്ചാരത്തെക്കുറിച്ചും ചലനങ്ങളെക്കുറിച്ചും അവകളുടെ നിലപാടിനെ കുറിച്ചും നിലനിൽപ്പിനെ കുറിച്ചും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട്. പലപ്പോഴും ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണോ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഒരു ചുരുങ്ങിയ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രം നടത്തേണ്ട ഒരു പ്രയോഗമല്ല. അത് പ്രാപഞ്ചികമായ തലത്തിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒന്നാണ്. ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമ്പൂർണമായും നിങ്ങൾ അനുസരണം പ്രഖ്യാപിക്കാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, ഇസ്ലാമിനേക്കാളും മറ്റുള്ള എന്തെങ്കിലും ഒരു ശൈലിയാണോ അവലംബിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഖുർആന്റെ ഒരു ചോദ്യമാണ് ഇത്. പ്രകൃതിയോടും അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചിട്ടുണ്ട്. പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം കാണുന്ന ഈ പരിസ്ഥിതി മാത്രമല്ല, വിശാലമായ പ്രാപഞ്ചികമായ തലങ്ങളാണ്. അതിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, നിർബന്ധപൂർവം നിങ്ങളെ ഞാൻ കൊണ്ടുവരണോ, അതോ നിങ്ങൾ സ്വമേധയാ തന്നെ എന്നിലേക്ക് വരുമോ? അള്ളാഹുവിന്റെ ഈ ചോദ്യം കേട്ടപ്പോ പ്രപഞ്ചമഖിലം വിറപൂണ്ടു എന്നാണ്, വിറച്ചുപോയി. അതെല്ലാം സ്വമനസ്സാലെ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ അടുക്കലേക്ക് വന്ന് സുജൂദ് ചെയ്തു. പടച്ചവനെ, നിന്റെ കടുത്ത പിടുത്തത്തിൽ കിടന്ന് ഞെരിയാൻ മാത്രം കെൽപ്പുള്ളവരല്ല ഞങ്ങൾ, നിന്റെ ശക്തിക്ക് മുന്നിൽ നിസാരന്മാരാണ്. അതുകൊണ്ട് പടച്ചവനെ, നീ ശക്തിയുക്തമൊന്നും ഞങ്ങളെ പിടിക്കല്ലേ, നിന്റെ ഒരു കൽപ്പന മാത്രം മതി. സർവസ്വവും സമർപ്പിച്ച് നിന്റെ അടുക്കൽ ഒരു മുസ്ലിമായി എല്ലാം സമർപ്പിച്ചു വരാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് പ്രപഞ്ചത്തിന്റെയും പ്രകൃതിയുടെയും നിലപാട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു ഖുർആനികമായ കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഫിത്റയാണ്. ഫിത്റ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ ഒരു അവസ്ഥയാണ്. എല്ലാം മുസ്ലിമാണ്. സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പനകളെ മാത്രമാണ് അതൊക്കെയും അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചമഖിലവും അള്ളാഹുവിന്റെ കൽപ്പനയെ അണുവിണു മാറി നിൽക്കാതെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, പ്രകൃതിയുടെ നിലനിൽപ്പ്. അതുകൊണ്ട് എല്ലാം മുസ്ലിമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവയൊക്കെ കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലയ്ക്ക് ജനിക്കുന്ന കുഞ്ഞും മുസ്ലിമാണ്. അതാണ് അതിന്റെ ഫിത്റ എന്ന് പറയുന്നത്, അതിന്റെ പരിശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നാൽ ഫഅബവാഹു യുഹൗവിദാനിഹി ഔ യുനസ്സിറാനിഹി, അവരുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദന്മാരും അതുപോലെ തന്നെ യുനസ്സിറാനി ക്രിസ്ത്യാനികളുമാക്കി മാറ്റുന്നത്, ഔ യുമജ്ജിസാനി അല്ലെങ്കിൽ മജൂസികളാക്കി മാറ്റുന്നത്. വ്യത്യസ്തമായ കാഴ്ചപ്പാടിലേക്കും സംസ്കാരത്തിലേക്കും മതസങ്കല്പങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്വമേധയ അല്ല. കാരണം ഫിത്റത്തിന്റെ അവസ്ഥയിലാണ് ഓരോ കുഞ്ഞുങ്ങളും ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ നയിക്കുന്നതാണ്. കമസലിൽ ബഹീമ
ബഹീമത്തു എന്ന റസൂലുള്ളാഹി. അതായത് ഒരു മൃഗം അതിന്റെ കുഞ്ഞുങ്ങളെ ഏത് രൂപത്തിലാണോ തർബിയത്ത് ചെയ്ത് അതിന്റെ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചെറിയ പറവകളാണെങ്കിൽ പറവ പഠിപ്പിക്കുന്നു, പറക്കാൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മൃഗങ്ങളാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വേട്ടയാടാൻ, പോരാടാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോരോ മൃഗങ്ങളും അതിന്റെ മക്കളെ അതിന്റെ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതങ്ങേറ്റം കൗതുകം നമ്മൾ ഉണ്ടാക്കുമെങ്കിലും ഇത് പ്രകൃതിപരമായ വലിയൊരു പാഠമാണ്. പ്രകൃതിയിൽ മുഴുവൻ ഇത്തരം ഒരു നയിക്കലുകളുടെ ശൈലികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മാതാവും പിതാവും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സ്വഹീഹായ ഹദീസ് വ്യക്തമാക്കുന്നത്. സാബിരിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ താങ്കൾക്ക് എന്നെ കാണാൻ സാധിക്കും എന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറയുന്നുണ്ടെങ്കിൽ അവിടെയും മാതാപിതാക്കളുടെ ഹാജറ ബീവി എന്ന മഹതിയായ മാതാവിന്റെ ഇടപെടലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന മഹാനായ ഒരു പ്രവാചകനായ പിതാവിന്റെ കൃത്യമായ ഇടപെടലും നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പ്രധാനമായും ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ മാനസികാവസ്ഥ രൂപപ്പെടുത്തിയെടുത്തതിന്റെ പിന്നിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെക്കാളും ലോകത്തേതെങ്കിലും ഒരു മഹദിയുടെ കാലടിപ്പാടുകളെ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും പിൻപറ്റണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഹജ്ജ് ആരംഭിച്ചിട്ടുണ്ട്. മിനയിലാണ് വിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ആ ഹജ്ജിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടാണ് നമ്മൾ നിന്ന് പോയിട്ടുള്ളത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഈ ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് സഈ ചെയ്യുക. ഈ സഈ ചെയ്യുമ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആ മഹദിയുടെ കാലടിപ്പാടുകളെ, ഹാജറ ബീവി ആ സഫയിൽ നിന്നും മർവയിലേക്ക് പോയതുപോലെ, മർവയിൽ നിന്നും സഫയിലേക്ക് പോയതുപോലെ ഏത് രൂപത്തിലാണോ സഞ്ചാരിച്ചിട്ടുള്ളത് ആ സഞ്ചാര വഴികളിലൂടെ ആ സഞ്ചാര ശൈലികളെ 100% അനുധാവനം ചെയ്തുകൊണ്ട് ആ മഹദിയെ ആദരിക്കേണ്ടതുണ്ട് എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു മതം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ഒരു സ്ത്രീയെ ആദരിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ സ്ത്രീ ഈ ലോകത്ത് ചെയ്തു വഹിച്ചിട്ടുള്ള വലിയ ചില പാഠങ്ങളാണ്. ഒരു പ്രവാചക ശൃംഖലയുടെ മാതാവായി ആ മഹദി അവിടെ നിലകൊള്ളുകയാണ്. കാരണം നമുക്കറിയാം, മക്കയിൽ പുതിയൊരു പ്രവാചകത്വം ആരംഭിക്കുകയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമയിലൂടെ. അന്നാട്ടിൽ അന്നേ വരെ ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലുമില്ല, പുതിയൊരു സംസ്കൃതിയില്ല. ഒരു സംസ്കാരം രൂപം കൊള്ളുകയാണ് ഒരു പ്രവാചകത്വത്തിലൂടെ. അതാണ് മക്കയുടെ ചരിത്രം വ്യക്തമാക്കുന്നത്. അപ്പൊ അതിന് എല്ലാ വിധത്തിലുമുള്ള വെള്ളവും വളവും കൊടുത്ത് ഒരു മഹാവ്യക്തിത്വത്തെ, നമ്മുടെ ആധുനികമായ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഒരു പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന വിഷയത്തിലുള്ള ആ മഹദിയുടെ കൃത്യമായ ഇടപെടലിനെ കുറിച്ചാണ് നമുക്ക് ആ ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ മഹദിയായ ഹാജറ ബീവിയാണ് ഇത്രമാത്രം അത്യുഗ്രമായ രൂപത്തിൽ സംസാരിക്കാൻ മാത്രമുള്ള ഒരു മഹാവ്യക്തിത്വമാകുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാമയെ രൂപപ്പെടുത്തുന്നത്. എന്താണ്? നമ്മൾ ആവർത്തിച്ച് പഠിക്കേണ്ട ഒരു ആയത്താണ്. ഈ രൂപത്തിൽ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മളോട് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മക്കളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. മക്കളെ കുറ്റപ്പെടുത്തലാണ്, എല്ലായിടത്തും കുറ്റപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, കുറ്റപ്പെടുത്തൽ അവസാനിപ്പിക്കുക. കുറ്റപ്പെടുത്തലിലൂടെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് കുറ്റവാളികളെ മാത്രമേയുള്ളൂ എന്ന് ആധുനിക മനഃശാസ്ത്രം വ്യക്തമാക്കി കഴിഞ്ഞു. ഇക്കാലത്തെയും അവരുടെ കൃത്യമായ പഠനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുക, കുറ്റപ്പെടുത്തൽ അവസാനിപ്പിക്കുക. എന്താണ് പ്രശ്നം? പരിഹാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഞാനാണോ ഉത്തരവാദിയെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ തീരുമാനമെടുക്കുക എന്നല്ലാതെ ഈ ആധുനിക യുഗത്തിൽ ഈ പ്രശ്നകലുഷിതമായ സാഹചര്യത്തിൽ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ്. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ശരിയായ ബോധം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് രണ്ടാമത് ഒന്നുകൂടി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഓരോ മാതാപിതാക്കളുമാണ് ഓരോ മക്കളെയും രൂപപ്പെടുന്നത്. അത് പെൺകുട്ടിയായിരുന്നാലും കൊള്ളാം, ആൺകുട്ടിയായിരുന്നാലും കൊള്ളാം. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് നമ്മൾ പഴമക്കാർ പറയാറുണ്ട്. അവരുടെ ആപ്തവാക്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പറയാറുണ്ട്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഏത് നിലത്തിലുള്ള ഒരു ദാരിദ്ര്യമാണ്
പഞ്ഞത്തരമാണ് ആ കുട്ടി അനുഭവിക്കുന്നത്, അത് സാംസ്കാരികമായ പഞ്ഞത്തരമാണോ ദാരിദ്ര്യമാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഊരിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഊരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നാട്ടിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, വീട്ടിൽ പ്രധാനമായിട്ടുള്ളത് മാതാവും പിതാവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരാണ് ഓരോ കുഞ്ഞുങ്ങളെയും അവരുടേതായ സംസ്കാരത്തിലേക്ക് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരൊറ്റ പഠനം, അതായത് അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ഒരു വിഷയത്തിൽ ഒരു പഠനം തയ്യാറാക്കുകയുണ്ടായി. അതിനുവേണ്ടി 13,000-ഓളം റിപ്പോർട്ടുകൾ, നിരീക്ഷണ ഗവേഷണങ്ങളുടെ പഠനം ഒരേ ശൈലിയിൽ പുറത്തേക്ക് വന്നു. 13,000-ഓളം റിപ്പോർട്ടുകളാണ്. അതിൽ പറഞ്ഞു വരുന്ന ഒരു വിഷയം, ഒരു മനുഷ്യന്റെ സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന വിഷയത്തെക്കുറിച്ചാണ്. കാരണം ആധുനിക കാലഘട്ടങ്ങളിൽ കുട്ടികളുടെ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെയും തേടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവർ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പഠിച്ചതും അതിനെ പഠന വിധേയമാക്കിയതും. അതിന്റെ റിപ്പോർട്ടുകൾ, അതായത് 8-ാം മാസം വരെ ദ്രുതഗതിയിൽ ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ന്യൂറോൺ സെല്ലുകളുടെ വളർച്ചയുടെ ആ ഒരു ത്വരിതഗതിയിലുള്ള അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുകയും അതിന്റെ വളർച്ചാഘട്ടം കുറയുകയും, മറിച്ച് 8-ാം മാസം മുതൽ ഒരു കുഞ്ഞിന്റെ ന്യൂറോൺ സെല്ലുകൾ പരസ്പരം സിനാപ്സുകൾ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു സാധനങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ആശയവിനിമയ പ്രവർത്തനം നടത്താൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അവിടെ പഠനങ്ങൾ വ്യക്തമാക്കിയത്. ഏറ്റവും ആധുനികമായ നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചത്. അപ്പൊ അതിൽ 8-ാം മാസം മുതൽ ഈ കുഞ്ഞ് എന്താണോ കേൾക്കുന്നത്, എന്താണോ കാണുന്നത്, എന്താണോ അനുഭവിക്കുന്നത്, ഇതിന് ആ കുഞ്ഞിന്റെ മാനസികമായ വളർച്ചയുടെ ഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് അമേരിക്കൻ സൈക്കോളജി അസോസിയേഷന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുകയാണോ ഇന്ന് അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകുമാറ് 3 വയസ്സുവരെ ആ കുഞ്ഞിന്റെ വളർച്ചാഘട്ടം, ആ കുഞ്ഞെന്ത് കേൾക്കുന്നു, കുഞ്ഞെന്ത് കാണുന്നു, കുഞ്ഞെന്ത് അനുഭവിക്കുന്നു, കുഞ്ഞ് ഏത് തലത്തിൽ തർബിയത്ത് ചെയ്യപ്പെടുന്നു, തസ്ഗീയത്ത് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥയും കുഞ്ഞിന്റെ ശൈലികയും ആ കുഞ്ഞിന്റെ വ്യക്തിത്വവും രൂപപ്പെടുത്തുന്ന വിഷയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണെന്ന് വ്യക്തമാക്കിയിട്ട് പറയുന്നു. 3-ാം വയസ്സ് മുതൽ അടുത്ത വളർച്ചാഘട്ടം ആരംഭിച്ച് 10 വയസ്സ് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ മാനസികമായ വളർച്ച കഴിഞ്ഞു. ഇനിയൊന്നും ആ കുഞ്ഞിന്റെ വിഷയത്തിൽ ചെയ്യാനില്ല. നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞോളൂ, മോശമാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ചോളൂ എന്നാണ് അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ പറയുന്നത്. എത്ര കൃത്യമായിട്ടാണ് ഹദീസിനെ അവർ വ്യാഖ്യാനിക്കുന്നത്. കാലഘട്ടത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഖുർആനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആധുനിക സയൻസിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു വിശദീകരണമാണ് അവിടെ നൽകിയിട്ടുള്ളതെങ്കിൽ എന്റെ കുട്ടിയെക്കുറിച്ച് എനിക്ക് ആരോടെങ്കിലും പരാതിപ്പെടാൻ കഴിയുമോ? എന്നെക്കുറിച്ച് സ്വയം പരാതിപ്പെട്ടിട്ടല്ലാതെ എന്നുള്ള വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ശരിയാണ്, സ്വന്തം പിതാവിന് അറുക്കാൻ വേണ്ടി തന്റെ ശരീരത്തെ സമർപ്പിച്ചു കൊടുത്തു എന്നുള്ള ആ ഒരു ചരിത്രം വാതോരാതെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ആ ഒരു മഹാനായ പുത്രനെ രൂപപ്പെടുത്തിയതിന്റെ പിന്നിലുള്ള ആ രക്ഷാകർതൃത്വത്തിന്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏത് രൂപത്തിൽ നമുക്ക് നല്ല നല്ല ഇസ്മായിലുകളെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നുള്ള നല്ല പാഠങ്ങളാണ് ഈ ഒരു പെരുന്നാളുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട സ്മൃതികളിലൂടെ നാം ഓരോരുത്തരും ചിന്തിച്ച് ചർച്ച ചെയ്തെടുക്കേണ്ടത്. അതിനുള്ള ശരിയായ ബോധവും ചിന്തയും നൽകി തിരിച്ചറിവ് നൽകി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നു പോയിട്ടുള്ള വെറുതെ ചെറുതുമായ മുഴുവൻ പാപങ്ങളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റി അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിൽ കഴിഞ്ഞുകൂടുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനവും സമാശ്വാസവും ജയിൽ മോചനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന കുടുംബാദികൾക്ക് അല്ലാഹു സമാധാനവും സമാശ്വാസവും സഹനതയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ പല മുസീബത്തുകളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു പോയ ഇസ്സത്തിനെ ഖുർആന്റെയും ഹദീസിനെയും തിരിച്ചറിയുന്നതിനും വഴിയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ഉന്നതമായ ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് അല്ലാഹു അവരെയൊക്കെയും കബൂൽ ചെയ്യുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.